ഹായ്. അപ്പോൾ ഇന്നൊരു ചക്ക ഇട്ടാലോ? അപ്പോൾ ഇതാ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അപ്പോൾ ചക്ക കണ്ടത്. അപ്പോൾ ചക്കൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു കറുത്ത കളറായിട്ടുണ്ട്. അപ്പോൾ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതാ അയൽവാസിയിൽ നിന്ന് നല്ലൊരു അടിപൊളി തോട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചക്ക താഴത്ത് വീണപ്പോൾ ഇതാ ചെറുതായിട്ടൊരു കറുപ്പ് കളർ വന്നിട്ട് ഒരു ചീഞ്ഞ പോലെയൊക്കെ ആയിക്കണ്. അപ്പോൾ നല്ല പഴുത്തതാവെന്ന് വിചാരിച്ചിട്ടാണ് മേലെ നിന്ന് ഇങ്ങനെ കേടുഭാഗം കണ്ടപ്പോൾ ഇനി നമ്മൾ ഇടാതിരുന്നാൽ അത് മുഴുവനായിട്ട് കേടാവില്ല. അപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ ഇതാ ചക്ക നല്ല പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും ഒന്നും ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തിക്കണ്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഓരോരോ കഷ്ണം അയൽവാസികൾക്കൊക്കെ കൊടുത്ത് ബാക്കി ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഇതാ ഞാൻ ചക്ക പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ചക്ക ചോളൊക്കെ പറിച്ചതിന് ശേഷം ചെറിയ ഈളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കൂടി കുഴച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. ചിലവർ പറഞ്ഞ ഉപ്പ് വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് കുതിർത്ത് അങ്ങനെയൊക്കെ, ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മുളകും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ആ ഉപ്പും എരിവൊക്കെ കഴിയുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ പിന്നെ ആ എരിവും ഉപ്പൊക്കെ കഴിയുമ്പോൾ പിടിക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഉള്ളിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് ഓയിലൊക്കെ വെച്ച് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പൊക്കെ ഇടാനേ ഉള്ളൂ കേട്ടോ, കുറച്ചേ പൊരിക്കണുള്ളൂ. അപ്പം അത് ഓയിലൊക്കെ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ ഇതാ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചക്ക പൊരിച്ചത് നമുക്ക് കിട്ടിയിട്ടാണ്. ചക്ക പൊരിച്ചതിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ വാങ്ങിയാൽ ഇങ്ങനെ പൊരിച്ചാൽ കുറച്ച് അധികം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാ ചൂടൊക്കെ ആയതിനു ശേഷം ഞാനിതാ ഒരു കുപ്പിയിലാക്കി വെക്കുകയാണ്. മറ്റേത് പാത്രത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ ഒറ്റടിപ്പിൽ തന്നെ കാലിയാക്കും. അപ്പോൾ പിന്നെ കുറച്ച് കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വെച്ചിരുന്നത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കുറച്ച് ചായക്ക് വൈകുന്നേരം ചായക്ക് കടിയായിട്ട് അങ്ങനെ എടുത്തു കൊടുക്കാമല്ലോ. പിന്നെ കുപ്പിയിലൊക്കെ ആക്കിയതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നിട്ട് പാത്രത്തിൽ കുറച്ച്, അപ്പോൾ അത് ഞാൻ പിന്നെ മക്കൾക്ക് ടെസ്റ്റ് വെക്കാൻ വേണ്ടി കൊടുത്തു ചെയ്തു. പിന്നെ മക്കൾ മാത്രം പറയും വേണ്ട, നമുക്കും ഇങ്ങനെ കണ്ടാലും എടുക്കാൻ തോന്നും. അപ്പോൾ ഇതാ ചക്ക പൊരിച്ചത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിത് കാണിച്ചു തരട്ടെ, ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ പിന്നെ ചക്കൻ്റെ സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങണക്കായി നല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ബൈ.